പക്ഷേ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? സ്വയംഭ സാധനം എന്നാൽ പിന്നെ ചെറുതോർമ്മ അടിക്കാം, അല്ലെ ഇതിലേക്ക് എന്ത് വിചാരിക്കും? ക്ലൈമാക്സ് ഇതാണ് പ്രശ്നം. തൽക്കാലം ഇവിടെ ഇരി. $2020 ക്ലാസ് വാങ്ങിച്ചിട്ട് ഇതുവരായിട്ടും കഴിവിട്ടില്ല. ക്ലാസ് എന്ത് വിചാരിക്കും എന്തോ. സാരമില്ല, കലാകാരന്മാരില്ല, ഒന്നും കുഴപ്പമില്ല. വെള്ളം ചേടാ, ഭാവിയിൽ എടുത്തുകാരൻ എനിക്ക് വെള്ളമില്ല ഇവിടെ. എന്തൊരു പരിപാടിയുടെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? പ്രൊഡ്യൂസർ അത് വേറെ പണിയൊന്നുമില്ലേ? ആദ്യം വെള്ളം കൊണ്ടുപോയിട്ട് എന്നിട്ട് മതി. ചേട്ടാ, ഇതിപ്പോൾ ഡ്രൈ അടിക്കേണ്ടി വരുമോ? പെക്കടിക്കാനുള്ള വെള്ളമുണ്ട്. അയ്യോ, പരീക്കുട്ടിയും കറുത്തമ്മ കൊല്ലേണ്ടി വരുമല്ലോ. നിങ്ങൾ ഇവിടെ ഈ കടലിൽ നീന്തി കളി. ഇതിപ്പോൾ എങ്ങനെ അടിക്കും? നീലകണ്ഠൻ അരിഷ്ടം ഉറക്കത്തിനും ഓർമ്മശക്തിക്കും ഉത്തമം. ഒരു പെക്കടിക്കാൻ അതിലും ഉത്തമം. നന്ദിയുണ്ട് എൻ്റെ നീലകണ്ഠ മംഗലശ്ശേരി. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? നമ്പരാന്നല്ലോ. ഹലോ, നമസ്കാരം. പൂമ്പാറ ബഷീറാണ് സംസാരിക്കുന്നത്. ആരാണ്? അപ്പം താൻ മനഃപൂർവ്വമാണ് എൻ്റെ കോൾ എടുക്കാത്തത്. അയ്യോ അയ്യോ, തൊമ്മിച്ചനായിരുന്നു. ഞാനങ്ങോട്ട് വിളിക്കാൻ ഫോൺ എടുത്തതാ. എടോ ബഷീറെ, എന്തായടോ ക്ലൈമാക്സ്? എൻ്റെ തൊമ്മിച്ച, ഇയാൾ കുറേ ദിവസം കൊണ്ട് ക്ലൈമാക്സ് ഇങ്ങോട്ട് നലയ്ക്കുന്നുണ്ടല്ലേ. ഇയാൾക്കറിയാമോ, ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് തലയ്ക്കകത്ത് ഉച്ച വരണമെങ്കിൽ കുറച്ച് ഐഡിയ പരമായിട്ട് ചിന്തിക്കണം. അതിനു വേണ്ടി ഞാൻ നീലകണ്ഠ അരിഷ്ടം ഒഴിച്ചാണ് ഇപ്പം മദ്യം കുടിക്കുന്നത്. അത് ഇയാൾക്കറിയാമോ? എടാ, ഒരു സിനിമയ്ക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ക്ലൈമാക്സ് ആണ്. എന്നെ തൊമ്മിച്ച, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാൾ ക്ലൈമാക്സ് ഇല്ലാത്ത സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും എൻ്റെ സിനിമ ക്ലൈമാക്സ് ഇല്ലാതെ ഞാൻ തന്നെ കാണേണ്ടി വരും. എൻ്റെ പൊന്ന് തൊമ്മിച്ച, എനിക്കറിയാം ആ സിനിമയിൽ ഇനി ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലൈമാക്സ് മാത്രമേ ഷൂട്ട് ചെയ്യാനുള്ളൂന്ന്. എടോ, തന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞ ഞാൻ തനിക്ക് ക്ലൈമാക്സ് എഴുതി തരാമെന്ന്. അതെ, പിന്നെ തൊമ്മിച്ച, രാജമൗലി ഒന്ന് ഡോറി തട്ടുന്നു. ഞാനൊന്ന് നോക്കിട്ടെ. ഞാൻ എഴുതരാം, ഉറപ്പായിട്ട് എഴുതരാം. ബഷീറെ, എടോ എഴുതരാന്ന്. ശരി ശരി, ഓക്കെ. അവനെയൊക്കെ വിളിച്ച് സിനിമ ഉണ്ടാക്കുക, എന്നെ അടിക്കണം. കട്ടയിൽ ഉറുമ്പരിക്കുന്നത് ഇതാരിപ്പം എന്നെ പറ്റിക്കേ? ഞാൻ നീലാണ്ട മിക്സ് ചെയ്ത് ശരിയാവത്തോണ്ടായിരിക്കും. എന്നാ പിന്നെ ഒരു 10 കൂടെ അടിച്ചേക്കാം. ചേട്ടാ, ഈ അരിഷ്ടം വെച്ചുള്ള പരിപാടി നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലേ. കൈവിട്ട ഇതും വാവിട്ട വാക്കും. ഓഹ്, എന്നാ കിടുന്ന ഡയലോഗാ നീ. ഈ രഞ്ജേട്ടനൊക്കെ സമ്മതിക്കണം. ഈ ലാലേട്ടനെയും സമ്മതിക്കണം. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടേ? നിങ്ങളാണോ ഏത്തക്കുല ബഷീർ? ഏത്തക്കുലല്ലടോ, പൂവമ്പാറ. ഞാനാ പൂവമ്പാറ ബഷീർ. എന്താ പ്രത്യേകിച്ച്? നിങ്ങൾ ഈ ക്ലൈമാക്സ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് പലരെയും പറ്റിക്കാറുണ്ടെന്നും കാശ് ഒഴിച്ച് മുങ്ങി നടക്കുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്.
ഓഹോ, അപ്പൊ തുമ്മിച്ചൻ പറഞ്ഞു വിട്ടതാണല്ലേ. ഇറങ്ങടാ ഇറങ്ങടാ ചെറ്റളെ. എടാ കുഞ്ഞിരാമ, നിന്നോടാരാണ് അടിക്കാൻ പറഞ്ഞു? ആക്ഷൻ പറഞ്ഞു അടിക്കാൻ ഇയാളാരും മാഫിയ ചേച്ചി അളിയാണ്. ഒരാവേശത്തിൽ സംഭവിച്ചു പോയതാ. നമുക്ക് ഈ ബോഡി നീക്കം ചെയ്യാനുള്ള വഴി നോക്കാം. ഇങ്ങനൊന്നും ആരെയും ഇടിക്കരുത്, മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി പോകും. സാറേ, ആ ക്ലൈമാക്സ് അങ്ങ് എഴുതി കൊടുത്തേക്ക്. എടോ, അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമല്ലേ സഹോദര. അതോടെ എന്താ നിങ്ങളുടെയൊക്കെ പേര്? വേഷം കണ്ടിട്ട് ക്യാമ്പസിൻ്റെ അത് തോന്നത്തൊന്നുമില്ല, പക്ഷെ അഭിനയം കൊള്ളാം കേട്ടോ. എൻ്റെ പൊന്ന് ബഷീർ സാറേ, നിങ്ങളുടെ അഭ്യാസം നടക്കത്തില്ല. ക്ലൈമാക്സ് എപ്പോൾ തരുമെന്ന് പറ. എന്നിട്ട് വേണം എനിക്ക് ഇടിക്കട്ട എടുക്കണോ വടിവാളെടുക്കണോ തീരുമാനിക്കാൻ. രണ്ടായാലും സാറിൻ്റെ കാര്യം പോക്കാം. അയ്യോ, ഇടിക്കട്ടേയും തൂക്കട്ടേയും ഒന്നും എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് എഴുതി തരാം. എൻ്റെ അടുത്ത സിനിമയിൽ നിങ്ങൾ 3 പേർക്കും ഒരു അവസരം തരാം. സാർ ആദ്യം മര്യാദയ്ക്ക് ഈ പടം തീർക്ക്, അതുവരെ ഞങ്ങളിവിടെയൊക്കെ തന്നെ കാണും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നൈസായിട്ട് 2 അടിച്ച് പിരിയാം. ക്ലൈമാക്സിൻ്റെ കാര്യം ഞാൻ പിന്നെ എഴുതി തന്നോളാം. അടിയൊക്കെ ക്ലൈമാക്സിന് ശേഷം. എന്നാ പിടി, സാറിന് പണി നടക്കട്ടെ. ഞങ്ങൾ ഈ പരിസരത്തൊക്കെ തന്നെ കാണും. സാർ എഴുതി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, ഞങ്ങൾ എത്തിക്കോളാം. ശരി, ഓക്കെ. എന്താ മോൻ്റെ പേര്? മേലെടുത്ത് രാഘവൻ നായർ. നല്ല പേര്, എവിടെയോ കേട്ടിട്ടുള്ള പോലെ. എന്നാ പിന്നെ സമയം കളയണ്ട, സാർ എഴുതി തുടങ്ങിയോ. എന്നാലും ആരായിരിക്കും അവന്മാര്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലേ. പെണ്ണുപിള്ളേന്ന് വിളിച്ചു നോക്കാം. ഹലോ ബഷീർക്ക, എന്താ ഈ രാത്രിയില്? എത്ര നാളായി വിളിച്ചിട്ട്? അയ്യോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണേ, ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുവാണേ. കുറച്ചുവരെ ഇനി ഇവളുമാരെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടി എഴുതുള്ളൂല്ലേ. നീ ശരിക്കുള്ള ഭാര്യ വിളിക്കാം. എന്തായിരുന്നുള്ള പേര്? മഹീന. ഹലോ, എന്താ? നിനക്ക് സുഖമാണോടി? പിന്നെ നിങ്ങളില്ലാത്തോണ്ട് പരമസുഖം. അല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങൾക്കത് വേണം. ഇടി നന്നായി കിട്ടിയല്ലേ. കണ്ടറിയുന്നത് കാശ് മേടിച്ച് പറ്റിച്ച് നടന്ന ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ ഷൈജു അറിയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലല്ലോ. നിങ്ങൾ ആദ്യം അവനെ വേണ്ടേ വിളിക്കാൻ. അവനല്ലേ നിങ്ങളുടെ ആദ്യ ഭാര്യ. അവനെ പോയി വിളിക്കും. ഷൈജു, കഴിഞ്ഞ ആഴ്ച അവൻ ക്ലൈമാക്സിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നായിരുന്നല്ലേ. എന്റെ ഷൈജുളിയാ, ആ ക്ലൈമാക്സ് ഇത്തിരി പ്രശ്നം. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു. എടാ, നിന്നെ കൊണ്ട് പറ്റും. നീ എഴുതും, നിന്നെ കൊണ്ടേ പറ്റൂ. പറ്റുന്നില്ല, ഫുള്ള് മടിയാന്നേ. എടാ, നിന്റെ മടിയൊക്കെ മാറും. പൂവമ്പാറ ബഷീറെ, നിന്നെ കൊണ്ട് ഞാൻ എഴുതിക്കും. എടാ ഷൈജു, മാങ്ങാണ്ടി മോറ, ഇപ്പൊ നീ ആയിരുന്നില്ലേ ആൾക്കാരെ പറഞ്ഞിട്ട്. ശരിയാക്കി തരാം. നിന്റെ ബോധം വീണോ? പറയടാ പൂവമ്പാറ. മോനെ ഷൈജു, നിന്റെ പരിപാടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. നീ അയച്ച ആൾക്കാർ കൃത്യസമയത്ത് ഇവിടെ വന്ന് എന്റെ മൂക്കിന്റെ പാലടിച്ച് തകർത്തു. പിന്നെ എന്നെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെയൊക്കെയാണോടാ ഷൈജു ഒരു കൂട്ടുകാരനെ സഹായിക്കുന്നത്? എടാ, കടയിൽ തിരക്കുള്ളപ്പോൾ വിളിച്ച് ചുമ്മാ ജനഗണ പാട്ടല്ലോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ. അതിന് ഏതാ അടിച്ചേക്കുന്നേ? ഷൈജു ഇബ്രാഹിം കുട്ടി, നീ കളിക്കല്ലേ.
സത്യം പറയടാ, വെറുതെ ഒരു കലാകാരൻ്റെ ക്രിയാത്മകത നീ നശിപ്പിക്കരുത്. എൻ്റെ പൊന്നളിയാ, നീ കുറച്ച് തൈരെടുത്ത് കുടിക്കുക, നിന്റെ കെട്ടെന്നിറങ്ങട്ടെ. പല പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാന്യന്മാരെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. അയ്യോ, നീ മാന്യനായിരുന്നില്ലേ? എടാ, നീ എന്ന് മുതലാടാ മാന്യനായത്? പോത്ത് കച്ചവടക്കാരൻ ഇബ്രാഹിമിയുടെ മോൻ പോത്ത് ഷൈജു. എടാ, നിന്റെ വാപ്പ നിനക്ക് കടയിട്ടുന്നപ്പോഴേ നീ മാന്യനായത്. എടാ, കളിക്കാൻ സത്യം പറ. ഫോൺ വെച്ചിട്ട് വേടാ, അടി കിട്ടിയെങ്കിലേ നന്നായി പോയി. വല്ലവരെയൊന്നും പൈസ മേടിച്ചിട്ട് തേരാ പല നടക്കുമ്പോൾ ആലോചിക്കണം. നീ ഫോൺ വെച്ചിട്ട് പോയി. ഇത് 100 കൂട്ടം പരിപാടി ഉണ്ട്. അവനല്ലെങ്കിൽ പിന്നെ ആരില്ലാവട്ടെ. വെറുതെ പിള്ളേർ അടികൊണ്ട് ചാവണ്ട. ക്ലൈമാക്സ് എങ്കിൽ ക്ലൈമാക്സ് എഴുതി ഞാൻ കൊടുക്കാം. പേടിച്ചിട്ടൊന്നുമല്ല, അത് വേറെ കാര്യം. മൂക്കിന് വെറുതെ ഇടി മേടിക്കണ്ട. നമ്മുടെ ക്ലൈമാക്സ് റെഡി ആയിട്ടുണ്ട്. നാളെ ആളെ വിട്ടാൽ മതി, ഞാൻ കൊടുത്തേച്ചേക്കാം. ശരി. ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി എളിയാർ ക്ലൈമാക്സ് എഴുതി കൊടുത്തു. പക്ഷെ എൻ്റെ മൂക്ക് എന്നാലും അളിയനൊക്കെ വീട്ടിൽ കയറി അടിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, മിടുക്കന്മാരാ. നിന്നെ കൊണ്ട് ക്ലൈമാക്സ് എഴുതിച്ചില്ലേ? എടാ, അപ്പൊ എന്റെ മാനസികാവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? എടാ, എല്ലാ കലാകാരന്മാർക്കും ഉള്ളതാണ് ഈ മാനസിക സംഘർഷമൊക്കെ. പക്ഷെ അമ്മാരെന്റെ കിട്ടും, അമ്മാർക്കുള്ളത് ഞാൻ കൊടുക്കും. നീ ആ റിംഗ് ടോൺ ശ്രദ്ധിച്ചോ? അതിന് ഇതവന്മാരെ എന്റെ മൂക്കിൽ ഇടിച്ചോമാര്. ഇത്രയും അവിഞ്ഞ് റിംഗ് ടോൺ ഒന്നും ഇവന്മാരെ പോലുള്ളമാരാ. നീ വന്ന നിന്റെയൊക്കെ ഒരു വാഷിംഗ് പൗഡർ നിർമ്മാ നീക്കല്ലേ എന്റെ മൂക്കിടിച്ച് കൊടുത്തത്? ബഷീർ സാറേ, സാർ എന്ത് മനുഷ്യനാ സാറേ? സാർ നിങ്ങൾ മറന്നോ? സാറിന് വേണ്ട ക്ലൈമാക്സ് അല്ലേ? അത് ഞങ്ങൾ പറയാം. എടാ ഷൈജു, എന്റെ ക്ലൈമാക്സ് മിക്കവാറും നാട്ടുകാരുണ്ടായിരിക്കും. എടാ ഷൈജു, ഇബ്രാഹിം കുട്ടി, പോത്തിന്റെ മോനെ, കലാപാതം ഇല്ലാത്ത തെണ്ടി, ഒരു സീർട്ടാണ്. സീർട്ട് പോയിട്ട് ഒരു കഞ്ചാവ് വീഡിയോ എടുക്കാൻ നോക്കട്ടെ. ഈ ഷാപ്പിൽ ഉല്ലസിക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, മദ്യസ്നേഹികളെ, മനുഷ്യപ്പറ്റ് ഉണരും വരെ സ്വന്തം ദുഃഖം കടിച്ചമർത്തി ഒരു ഗ്ലാസ് കള്ള് അകത്താക്കുന്നവരെ. സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് ഒരു സീർട്ട് വേണം. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പുക പുറത്തോട്ട് വിടുന്ന എന്തെങ്കിലും ഒരു സാധനം തന്ന് സഹായിക്കണമെന്ന് ഞാൻ ലളിതമായി അഭ്യർത്ഥിക്കുന്നു. ബഷീർ സാറേ, വാ ഇരിക്കും സാറേ. നീങ്ങില്ല സാറേ, പ്രസംഗം കലക്കി. നന്ദിയുണ്ട് പ്രിയമിത്ര. സാറിനെ പോലെ ആദ്യ പടം തന്നെ ഹിറ്റാക്കിയ ഒരാൾ സാറിനെ കണ്ട ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇല്ലടാ, ഞാൻ എത്ര സന്തോഷത്തിലല്ല സുഹൃത്തെ, കുറച്ച് പ്രശ്നത്തിലാണ്. എനിക്കെൻ്റെ ക്ലൈമാക്സ് കിട്ടണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങളെന്ത് ചെയ്യാൻ? നിങ്ങളാണ് മുഖംമൂടി അണിഞ്ഞ 3 ചെറുപ്പക്കാർ. നീ മേലെടുത്ത് രാഘവൻ നായർ, നീ വിൻസെൻ്റ് തോമസ്, ഇവൻ ഭരത്ചന്ദ്രൻ IPS. നിങ്ങളെല്ലാവരുടെ മനസ്സ് വെച്ച അടിപൊളി ഒരു ക്ലൈമാക്സ് ഇവിടെ നടക്കും. മുൻധാരണകളും മുൻവിധികളും ഒന്നും ഇവിടെ ഇല്ല. ഒരു ഫോൺ കോൾ പോലും നിങ്ങൾ എന്നെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നെ കൊണ്ട് ഈ ക്ലൈമാക്സ് എഴുതിപ്പിക്കണം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ചിരി പോലെ അറിയിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. എങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് 3 നന്ദി പറഞ്ഞു പൈസ ഞാൻ കൊടുക്കാം. കണ്ടോ,
രണ്ടന്തി. സാർ എന്തായാലും നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് കിട്ടുമെന്ന് ഉറപ്പായി. എന്തായാലും നമ്മളെ ഏൽപ്പിച്ച പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും കാണുന്നതിന് വേണ്ടി പോവാം. സാറേ, ഞങ്ങളായിരുന്നു ആ മുഖംമൂടിക്കാർ. സാറ് പറഞ്ഞ മേലെടുത്ത് രാഘവൻ നായർ, വിൽസൺ തോമസ്, പരചന്ദ്രൻ IPS. പക്ഷെ എൻ്റെ മൂക്ക് സോറി സംഭവിച്ചു പോയി. ഓക്കെ, സാരമില്ല. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞ പ്രതിഫലം എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരും. ഇപ്പം നമ്മുടെ സന്തോഷത്തിന് ഒരു അന്തി കാഴ്ചയാലോ? പിന്നെന്താ? ആ, ഞാനിവിടെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുക. ഓ, ഇനി 10 സീനൂടെ ഉള്ളൂ എഴുതാൻ. ആ, കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഷൂട്ട് തുടങ്ങിക്കോ. ഓ, ആ ബാക്കി പൈസ ഒന്നും ഇട്ടേക്കണേ. ആ, ശരി ശരി, ഓക്കെ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഒളിം ട്രേഡ് ഡൗൺലോഡ് ചെയ്യൂ. DC30 എന്ന എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3-in-1 ബോണസും കിട്ടും. അങ്ങനെ നിങ്ങൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യൂ.